നമ്മൾ രണ്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് 0/0 ഫോമും മറ്റൊന്ന് ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി ഫോമും. ഇനി അടുത്ത ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് 0 × ഇൻഫിനിറ്റി എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. സപ്പോസ് നമുക്ക് f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷനും ക്യാപിറ്റൽ f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷനും ഉണ്ട്. സച്ച് ദാറ്റ് ലിമിറ്റ് x ടെൻസ് ടു a f(x) എന്ന് പറയുന്നത് 0യും അതേപോലെ ലിമിറ്റ് x ടെൻസ് ടു a ക്യാപിറ്റൽ f(x) എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയുമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു a f(x) ഇൻറ്റു ക്യാപിറ്റൽ f(x) എന്ന് പറയുന്നത് 0 × ഇൻഫിനിറ്റി ഫോമായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളതിനെ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഈ f(x) ഇൻറ്റു ക്യാപിറ്റൽ f(x)നെ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുക. അതിനെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, f(x) ഡിവൈഡഡ് ബൈ 1 ക്യാപിറ്റൽ f(x) എന്ന് എഴുതാമല്ലോ. അതല്ലെങ്കിൽ എനിക്ക് ക്യാപിറ്റൽ f(x) ഡിവൈഡഡ് ബൈ 1 സ്മോൾ f(x) എന്നാണെങ്കിലും എഴുതാം. അപ്പോൾ ഇനി നമ്മളിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെന്ന് കരുതുക. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു a f(x) ഇൻറ്റു ക്യാപിറ്റൽ f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയും ലിമിറ്റിനോട് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു a f(x) ബൈ 1 ക്യാപിറ്റൽ f(x) ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു a ക്യാപിറ്റൽ f(x) ഡിവൈഡഡ് ബൈ 1 f(x). ഇനി ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റിനോട് തുല്യമായിരിക്കും. ഈ ലിമിറ്റ് എന്താണെന്ന് നോക്കിയേ, x ടെൻസ് ടു a f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് 0യാണ്. ഇനി x ടെൻസ് ടു a 1 f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒന്ന് ഇൻഫിനിറ്റിയാണ്. ലിമിറ്റ് x ടെൻസ് ടു a f(x) എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ 1 f(x)ൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ഇൻഫിനിറ്റി, അതായത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു 0/0 ഫോമാണ് വന്നത്. ഇനി ഈ ഫോമിലാണെങ്കിലോ ലിമിറ്റ് x ടെൻസ് ടു a ക്യാപിറ്റൽ f(x) ഇൻഫിനിറ്റി ആണെന്നറിയാം. ലിമിറ്റ് x ടെൻസ് ടു a 1 f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻഫിനിറ്റി ഫോമിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിൽ 0 × ഇൻഫിനിറ്റി ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന 0/0 ഫോമിലേക്കോ ഇൻഫിനിറ്റി ഫോമിലേക്കോ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ സാധാരണ പ്രൊസീജിയറിൽ കൂടി തന്നെ ഇത് സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഡിറ്റർമൈൻ ലിമിറ്റ് x ടെൻസ് ടു 0 x log x. ഇവിടെ ഞാൻ എക്സിൻ്റെ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സിന് 0 എന്ന് ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ 0 × log 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് 0 × ഒരു ഇൻഫിനിറ്റി ഫോമിലേക്കായിരിക്കും എനിക്കിവിടെ കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ x log x-നെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണം. ഒന്നെങ്കിൽ ഇത് 0/0 ഫോമിലേക്കോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമിലേക്കോ എത്തിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ മാത്രമായിട്ട് എടുക്കാം. ദാറ്റ് ഈസ് x log x ഈക്വൽ ടു x log x-നെ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് log x ഡിവൈഡഡ് ബൈ 1/x എന്ന് എഴുതാം. ഇപ്പം നോക്കിക്കേ, ലിമിറ്റ് x ടെൻസ് ടു 0 x log x-നെ ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് x ടെൻസ് ടു 0 log x ഡിവൈഡഡ് ബൈ 1/x എന്ന് എഴുതാം. ഇനി log 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആകും, 1/0 എന്ന് പറഞ്ഞാൽ ഇതും ഇൻഫിനിറ്റി ആകും. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ഇൻഫിനിറ്റി ഫോമിലേക്ക് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സാധാരണ ചെയ്യുന്നതുപോലെ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കാണും. log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x ഡിവൈഡഡ് ബൈ -1/x². ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 0 -x²/x വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 0 -x വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതേ ആൻസർ തന്നെയായിരിക്കും ഇവിടെ. log x ബൈ 1/x എന്ന് തന്നെ എടുക്കണം എന്നില്ല, നമുക്ക് ഇങ്ങനെയും എടുക്കാം, x ഡിവൈഡഡ് ബൈ 1/log x എന്നും എടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇതേ പ്രൊസീജിയർ കൂടി തന്നെ വരും. അവിടെ ഒരു വ്യത്യാസം മാത്രമേ വരുള്ളൂ, ഇൻഫിനിറ്റി ഫോം ആയിരിക്കത്തില്ല, 0/0 ഫോം ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു 0 x ഡിവൈഡഡ് ബൈ 1/log x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 വരും. 1 ഡിവൈഡഡ് ബൈ log 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി, 1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ അതൊരു 0/0 ഫോം ആയിരിക്കും. അപ്പം 0 × ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്നെങ്കിൽ അതിനെ ഒരു 0/0 ഫോമിലേക്ക് മാറ്റി എഴുതുക, അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമിലേക്ക് മാറ്റുക, അതിനുശേഷം സാധാരണ പോലെ പ്രൊസീഡ് ചെയ്യുക.